24 ബിഗ് ബ്രേക്കിംഗ്. ചേർത്തലയിലെ തിരോധാന കേസുകളിൽ നിർണായക വെളിപ്പെടുത്തൽ. കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന് അയൽവാസിയായ വീട്ടമ്മ 24നോട് പറഞ്ഞു. സെബാസ്റ്റ്യനും സുഹൃത്ത് ഫ്രാങ്ക്ലിനും ചേർന്ന് ബിന്ദുവിനെ പള്ളിപ്പുറത്തെ വീട്ടിലെ ശുചിമുറിയിൽ കൊന്നു തള്ളിയെന്നാണ് വെളിപ്പെടുത്തൽ. ബിന്ദു പത്മനാഭൻ കേസിൽ ഇതുവരെ പുറത്തുവരാത്ത വെളിപ്പെടുത്തലാണ് വീട്ടമ്മയുടേത്. ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്നും സെബാസ്റ്റ്യനൊപ്പം ഫ്രാങ്ക്ലിൻ എന്ന സുഹൃത്തുണ്ടായിരുന്നെന്നും കടക്കരപ്പള്ളി സ്വദേശിനിയായ വീട്ടമ്മ പറയുന്നു. ബിന്ദു പത്മനാഭനെ കൊന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കും. എന്താണെന്ന് വെച്ചാൽ അതിന് വ്യക്തമായിട്ടുള്ള രേഖകൾ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് കിട്ടിയതാണ്. ആ ക്ലിപ്പ് ഞാൻ ക്രൈംബ്രാഞ്ചിന് കൈമാറി കഴിഞ്ഞു. കിട്ടിയ സമയത്ത് തന്നെ ഞാൻ ഉടനെ കൊടുത്തു കഴിഞ്ഞതാണ്. സംസാരത്തിനിടയിൽ ഫ്രാങ്ക്ലിനിൽ നിന്ന് തന്നെയാണ് ഇക്കാര്യം പുറത്തു വന്നത്. സ്ഥിരീകരണത്തിനായി ഫ്രാങ്ക്ലിന്റെ സുഹൃത്തും ഇടനിലക്കാരനുമായ സോഡാ പൊന്നപ്പനുമായും കാര്യം സംസാരിച്ചു. ഇതേ കാര്യം ഇയാളും ആവർത്തിച്ചതോടെ ഫോൺ സംഭാഷണമടക്കം ക്രൈംബ്രാഞ്ചിന് കൈമാറി. അവള് ഭയങ്കര മോശക്കാരിയാണ്, ആവാസക്കാരിയാണ്, കൊള്ളിയല്ലാത്തവളായിരുന്നു. അത് നല്ല ഡീസന്റ് പെണ്ണായിരുന്നു. അവൻ ഈ കാശ് വിറ്റാണ് സെബാസ്റ്റ്യൻ അവിടെ സ്ഥലം മരിച്ചത്. ആ സ്ഥലം വരെ ഇവൻ വിറ്റി. ആദ്യ അന്വേഷണ സംഘം കേസിൽ കാര്യമായ അന്വേഷണം നടത്തിയില്ല. ജാനമ്മ കേസിന്റെ പിന്നാലെ അന്വേഷണം വീണ്ടും ആരംഭിച്ചതോടെ ഫോൺ സംഭാഷണമടക്കം പുതിയ അന്വേഷണ സംഘത്തിന് കൈമാറി. ആരോപണ വിധേയനായ ഫ്രാങ്ക്ലിന്റെയും സുഹൃത്ത് സോഡാ പൊന്നപ്പന്റെയും മൊഴി ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തി. 24 ആലപ്പുഴ.